ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനെ പറ്റിയാണ്. നിങ്ങൾക്കറിയാം, കേരള PSCയുടെ ഇനി നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. എക്സാം അപ്ലൈ ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു. നിങ്ങൾ പലരും അപ്ലൈ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എക്സാം ഡേറ്റും വന്നു കഴിഞ്ഞു. PSCയുടെ ഡിസംബർ കലണ്ടർ പ്രകാരം ഡിസംബർ 20-നാണ് എക്സാം. സോ ഇനിയിപ്പോൾ നമുക്ക് നിയർലി ഒരു 50-55 ദിവസമാണ് ഈ എക്സാമിന് വേണ്ടി പഠിക്കാൻ ഇനിയുള്ളത്. സോ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇനിയും പ്രിപ്പയർ ചെയ്യാത്തവരുണ്ടാവാം. ഈ പോസ്റ്റ്, അതായത് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തിക എന്താണെന്ന് മനസ്സിലാവാത്തവരുണ്ടാവാം. സോ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ആസ് ദ നെയിം സജസ്റ്റ്, ഇതൊരു ഫോറസ്റ്റ് ഓഫീസർ ജോലിയാണ്. എന്താണ് ബീറ്റ്? ബീറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു സ്പെസിഫിക് ഫോറസ്റ്റ് ഏരിയ, അതിനെയാണ് ബീറ്റ് എന്ന് പറയാം. ഈ ഒരു സ്പെസിഫിക് ഫോറസ്റ്റ് ഏരിയനെ, അല്ലെങ്കിൽ അവിടുത്തെ ഫ്ലോറ, ഫോണ, വൈൽഡ് ലൈഫിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് നിയോഗിക്കുന്ന ഒരു ഒഫീഷ്യൽ, അതാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. നിങ്ങൾക്ക് കാടിന് ഇഷ്ടമാണ്, അല്ലെങ്കിൽ കാടിൻ്റെ വൈവിധ്യങ്ങൾ ഇഷ്ടമാണ്, വൈൽഡ് ലൈഫിന് ഇഷ്ടമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എൻട്രി ലെവൽ പോസ്റ്റാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറയാം. ബിഗിനേഴ്സിന് വേണ്ടിയാണ്. ഈ ജോലിയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഇപ്പോൾ കേരള പോലീസിൻ്റെ സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ, ഈ പോസ്റ്റിനൊക്കെ ഉള്ള പോലെ തന്നെ +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അതേപോലെ തന്നെ 19 to 30 ആണ് ഏജ് ലിമിറ്റ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇത് ഫോഴ്സിലോട്ടുള്ളൊരു ജോലി ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് മാൻഡേറ്ററി ഫിസിക്കൽ മെഷർമെൻറ്റ്സ് ഉണ്ട്. അത് PSC അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൽസിനാണെങ്കിൽ 168 സെൻറ്റിമീറ്റർ ഹൈറ്റും ഫീമെയിൽസിനാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഹൈറ്റും നിർബന്ധമാണ്. ഇതിൽ നിങ്ങൾ SC/ST കാറ്റഗറിയിലൊക്കെ പെടുന്നവരാണെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ വരെ ഇളവ് ലഭിക്കുന്നതാണ്. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മിനിമം ഹൈറ്റ് മെഷർമെൻറ്റ് ഓഫ് SC/ST കാൻഡിഡേറ്റ് ഷാൽ ബി 160 മതിയാവും മെയിൽസിന്. അതേപോലെ ഫീമെയിൽസിനാണെങ്കിൽ 150 സെൻറ്റിമീറ്റർ മതിയാവും. ഈ ഒരു ഫിസിക്കൽ മെഷർമെൻറ്റ് നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സാം നിങ്ങൾ എഴുതിയിട്ട് കാര്യമുള്ളൂ. ഡെഫിനറ്റ്ലി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റ്സ് നിർബന്ധമാണ്. മറ്റ് എഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കത് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്, ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് വരുന്ന കുറച്ച് കോമൺ ഡൗട്ടുകളെ പറ്റി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഇതിനെന്ത് വേക്കൻസി ഉണ്ടാവും എന്നുള്ള കാര്യം. അത് ഇതിന് മാത്രമൊന്നുമല്ല, ഏത് എക്സാം വന്നു കഴിഞ്ഞാലും ചിലർ ആദ്യം നോക്കുന്നത് വേക്കൻസിയാണ്. PSCൻ്റെ കൃത്യമായിട്ടുള്ള വേക്കൻസി എത്രയുണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഇപ്പോൾ അവസാനത്തെ ലിസ്റ്റ്, കഴിഞ്ഞ വർഷത്തെ 24 ലിസ്റ്റിലൊക്കെ ചില ജില്ലകളിൽ 200 to 300 ആൾക്കാർ വന്ന ലിസ്റ്റ് ഉണ്ട്. അതേപോലെ 50 മാത്രം ഉള്ള ലിസ്റ്റും ഉണ്ട്. സോ അതിൻ്റെ വേക്കൻസി എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ വേക്കൻസി മാത്രം നോക്കിയാണ് എപ്പോഴും എക്സാം എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു വേക്കൻസി മാത്രം മതി, അതവിടെ ഉണ്ട്. സോ വേക്കൻസി നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക പഠിക്കാൻ. അതേപോലെ എക്സാം ഡേറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസംബർ 20-നാണ് എക്സാം. കലണ്ടർ വന്നു കഴിഞ്ഞു. പിന്നെ ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ സാലറി, വർക്ക് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ. മറ്റെല്ലാ ജോലിക്കുള്ളതുപോലെ തന്നെ ബേസിക് സാലറി അത്യാവശ്യം നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു സാലറി ഇതിനുമുണ്ട്. 27,000 to 63,000 വരെയുള്ള സാലറി പാക്കേജ് നിങ്ങൾക്കുണ്ട്. ഇനി നമുക്കിതിൻ്റെ ജോബ് പ്രൊഫൈൽ എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതൊരു ഫ്രണ്ട് ലൈൻ സ്റ്റാഫാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഒരു സ്പെസിഫിക് ഫോറസ്റ്റ് ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവിടുത്തെ ഫ്ലോറ, ഫോണ ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റാഫാണ് നിങ്ങൾ. അതേപോലെ തന്നെ അതുകൂടാതെ നിങ്ങൾ ഈ മറ്റ് പോച്ചിങ്, എൻക്രോച്ച്മെൻറ്റ്, മറ്റ് ഈ ചന്ദനക്കടത്ത്, ഇങ്ങനെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി ആസ് എ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഫോറസ്റ്റിൻ്റെ പ്രൊട്ടക്ഷനാണ്. ഫോറസ്റ്റിലൂടെ പട്രോൾ ചെയ്യുക, ഫോറസ്റ്റിലെ കാര്യങ്ങൾ. നിങ്ങൾ ഈ നാഷണൽ പാർക്കുകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ മൂന്നാർ നമ്മൾ വട്ടവട പോകുമ്പോഴേക്ക് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കാണാറുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ കാണാറുണ്ട്. അവരാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും അവിടുത്തെ എൻക്രോച്ച്മെൻറ്റ്, പോച്ചിങ് ഒക്കെ തടയുകയാണ് അവരുടെ ഡ്യൂട്ടി. പിന്നെ പലരും പറയാറുണ്ട് അത് ഡിപ്പെൻഡൻ്റ് ആണ്, നിങ്ങൾക്ക് ചിലപ്പോൾ അഭിപ്രായം വ്യത്യാസം ഉണ്ടാവും. കമ്പയർഡ് ടു അതർ ഫോഴ്സസ്, പോലീസിനെയോ എക്സൈസിനെയോ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി പീസ്ഫുൾ ആണ്. നിങ്ങൾ ചിലപ്പോൾ നല്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പീസ്ഫുള്ളായി താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് പീസ്ഫുൾ ആണ്. ചില വൈൽഡ് ലൈഫിനെ മാത്രമേ പേടിക്കേണ്ടുള്ളൂ. വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് പേടിയായിരിക്കില്ല. സോ കമ്പയർഡ് ടു അതർ ഫോഴ്സസ് ഇത് പീസ്ഫുൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. ഓക്കെ,
പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഏത് എക്സാം വിളിച്ചു കഴിഞ്ഞാലും PSC നമുക്ക് ഡീറ്റെയിൽഡ് ആയ ഒരു സിലബസ് തരാറുണ്ട്, ഇല്ലേ? ഏതൊക്കെ ഭാഗത്തുനിന്ന് എത്രയൊക്കെ മാർക്ക് തരുന്നുള്ള ഡീറ്റെയിൽഡ് ആയ സിലബസ് PSC നമുക്ക് തരാറുണ്ട്. സോ എന്ത് എക്സാം ഉണ്ടപ്പോഴും ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്, ഏത് എക്സാം വിളിച്ചാലും അതിൻ്റെ സിലബസ് ആദ്യം പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സിലബസിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ പഠനം. ഓരോ എക്സാമിനും സിലബസ് വ്യത്യാസമാണ്. എവിടെയൊക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണോ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സ്മാർട്ടായി വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു എക്സാമിന് ചിലപ്പോൾ കിട്ടുന്നത് 30-60 ദിവസമായിരിക്കും. അത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അടുത്ത എക്സാം വരും. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് എപ്പോഴും സ്മാർട്ടായിട്ടുള്ള ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുക. ഏതൊക്കെ ടോപ്പിക്കിനാണോ കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ളത് അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ചരിത്രം, ഭൂമിശാസ്ത്രം, ഇങ്ങനെയുള്ള സബ്ജക്റ്റ്, ഈ ഒരു സബ്ജക്റ്റുകൾ എല്ലാത്തിലും കോമണാണ്. അതേപോലെ എക്കണോമി, ഇന്ത്യൻ പോളിറ്റി, ഇതൊക്കെ എല്ലാ എക്സാമുകൾക്കും കോമണാണ്. സോ നിങ്ങൾക്ക് അറിയാം ഈ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ടൊരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. ഒരു കോമൺ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. കോമൺ ഏരിയയിൽ നിന്ന് മാത്രമേ കൂടുതൽ ചോദ്യങ്ങൾ വരാറ്, അല്ലാത്ത ചോദ്യങ്ങളും വരാം. ബട്ട് ഇവിടെ നിങ്ങൾ ഈ പഴയ ഇപ്പം നമുക്കിപ്പോൾ ഈ വർഷം തന്നെ കഴിഞ്ഞ ഒരുപാട് എക്സാമുകളുണ്ട്. അതിൻ്റെയൊക്കെ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു പാറ്റേൺ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റഡ് ആണ്. ഇപ്പോൾ പൊളിറ്റിയുടെ ഭാഗത്തായാലും എക്കണോമിയുടെ ഭാഗത്തായാലും ഇപ്പോൾ എക്കണോമി സ്ഥിരമായിട്ട് ചോദ്യം വരുന്നതാണ് പഞ്ചവത്സര പദ്ധതി. അത് എല്ലാ എക്സാമിനും ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ആ ഭാഗത്ത് ഒരു ചോദ്യം ഉണ്ടാവും. ആ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിന് ആൻസർ കിട്ടും. 5 മാർക്കാണ് ഇതുപോലത്തെ ഈ ഒരു ടോപ്പിക്കിനുള്ളത്, എക്കണോമിക്സിന്, ജോഗ്രഫിക്ക്, അതേപോലെ ഹിസ്റ്ററിക്ക്. സോ ആ ഒരു ഭാഗം മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മിനിമം മാർക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഒരുപാട് സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആവുന്നില്ല. സോ നമുക്ക് ഈ സിലബസ് ബീറ്റ് ഫോറസ്റ്റിൻ്റെ സ്പെഷ്യലായിട്ട് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും വെയിറ്റേജ് കൂടുതൽ സ്പെഷ്യൽ ടോപ്പിക്കിനാണ്. 20 മാർക്കോളമാണ് സ്പെഷ്യൽ ടോപ്പിക്കിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 20 മാർക്ക് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ ആ ഒരു 20 മാർക്കും പിന്നെ നിങ്ങൾക്ക് കാണാം മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ഇത് മൂന്നും ചേർന്ന് 50 മാർക്ക് ഈ അവസാനത്തെ 4 ടോപ്പിക്കുകൾക്കുണ്ട്. സോ ഈ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു ഭാഗത്തിന് കൂടുതൽ ഫോക്കസ് കൊടുത്താൽ ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ചങ്ക് ഓഫ് മാർക്ക് ഒരു 40 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം. ഇതിൽ മലയാളം കമ്പാരിറ്റീവ്ലി എപ്പോഴും എളുപ്പമായിരിക്കും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ് മലയാളം. പിന്നെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എത്ര പേർക്ക് എങ്ങനെ ഓക്കെ ആണെന്ന് എനിക്കറിയില്ല, ഡിപ്പെൻസ് ആണ്. അതേപോലെ മാത്സും +2 ലെവൽ മാത്സ് ആണ്, വളരെ എളുപ്പമായിരിക്കും, പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. സോ ഈ ഒരു ഭാഗത്ത് നിന്ന് നിയർലി ഒരു 40 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഒരു 50 മാർക്ക്, പിന്നെ നമുക്ക് 50 മാർക്ക് ബാക്കിയുണ്ട്. ഈ 50 മാർക്കിൽ നമ്മുടെ കോമൺ സബ്ജക്ട്സ് ആണ്. ഈ 50 മാർക്കിൽ നിങ്ങളൊരു മിനിമം മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കട്ട് ഓഫ് മറികടക്കാൻ പറ്റും. സോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഭാഗം, ഇതെൻ്റെ ഒപ്പീനിയനാണ്, കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഭാഗം ഈ ഒരു ഭാഗമാണ്. ഈ ഒരു 50 മാർക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബാക്കി നിങ്ങൾ സ്ഥിരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. സോ അതിൽ നിങ്ങൾക്ക് ഒരു മിനിമം മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ഷുവർ കട്ട് ഓഫ് മറികടക്കാൻ പറ്റും. സോ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് എന്താണെന്ന് നോക്കാം. സോ ഇവിടെ എല്ലാ ടോപ്പിക്കും ബൈഹാർട്ട് പഠിക്കുക എന്നുള്ളതല്ല. ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ 2-3 തവണ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ കോമൺ ആയിട്ട് എവിടുന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്കിത് മനസ്സിലാവും. ഇപ്പം നമ്മൾ ഈ ഫോറസ്റ്റ് ഈ ടോപ്പിക്ക് നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗങ്ങളാണ് ഫോറസ്റ്റ് ടൈപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള, അതേപോലെ വെസ്റ്റേൺ ഗാർഡ്സ്, അതേപോലെ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ആൻഡ് ഡേറ്റ്സ് റിലേറ്റഡ് ടു ഫോറസ്റ്റ്, എൻവയോൺമെൻറ്റ് ആൻഡ് തീംസ്. ഇങ്ങനെ ഓരോ ടോപ്പിക്കിലും ഫോറസ്റ്റിലായാലും വൈൽഡ് ലൈഫിലായാലും കൺസർവേഷൻ, ഇപ്പോൾ കൺസർവേഷൻ നോക്കിയാൽ ഇതിൽ മെയിനായിട്ട് നമുക്ക് 3 ആക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അതേപോലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. ഇത് കുറച്ച് ചില സമയത്ത് ഈ ചില ആക്റ്റുകളിൽ നിന്ന് ഡീപ്പായിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, ഏതെങ്കിലും സെക്ഷൻ എടുത്ത് ചോദിക്കാറുണ്ട്. ഇന്ന് ചില സമയം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ, അതിൻ്റെ മോട്ടോ എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കോമൺ ആയിട്ടും ചോദിക്കാറ്. സോ ഈ ഒരു ഭാഗങ്ങളെല്ലാം കാർഡടിച്ച് പഠിക്കുക എന്നുള്ളതല്ല, എവിടെയാണോ ക്വസ്റ്റ്യൻ നമുക്ക് സ്ഥിരമായിട്ട് വരാറുള്ളത്, എവിടെ നിന്നാണോ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്, ആ ഒരു ടോപ്പിക്ക് മാത്രം നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക. അതേപോലെ ഇപ്പോൾ അവസാനത്തെ ടോപ്പിക് എന്താ, IT ആക്ട് ആണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് മറ്റ് സബ്ജക്റ്റുകളിലും മറ്റ് എക്സാമുകളിലും പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പരിചിതമായിരിക്കും ഈ ഭാഗങ്ങൾ. ഇത് നമുക്കൊരു കോഡ് വെച്ച് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. സോ അതിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകൾ ഇനി ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. ആദ്യം ഈ സ്പെഷ്യൽ ടോപ്പിക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ ഈ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് കോമൺ ടോപ്പിക്കുകളിൽ നിന്ന് ഏതൊക്കെയാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്നത് അതും
നമുക്ക് നോക്കാം. സോ താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.